ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ CSIR എക്സാമിന് പാർട്ട് സിയിൽ ചോദിച്ചിരിക്കുന്ന നെയിം റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏതാണ് റിയാക്ഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്ക് കാണാം, ഒരു റിയാക്ഷൻ ഒരു സ്കീം തന്നിട്ടുണ്ട്. ദ മേജർ പ്രോഡക്റ്റ് എക്സ് ആൻഡ് വൈയുടെ ഒരു 2-സ്റ്റെപ്പ് പ്രോസസ്സ് റിയാക്ഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഭാഗമായി എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതൊരു സെക്കൻഡ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. എക്സ് പിന്നീട് അതൊരു വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ നെയിം റിയാക്ഷൻ നിന്നാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം AlCl3 എന്ന് പറയുന്ന റിയേജന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആ ടൈപ്പ് അല്ലേ, അല്ലെങ്കിൽ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണ് എന്നുള്ള ഒരു ഇനീഷ്യൽ ട്രിഗർ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈവൻ ദോ റിയാക്ഷൻ സിമ്പിൾ ആണെങ്കിലും അത് ഒരുപാട് സാധാരണ നമ്മുടെ ഡിസ്കഷൻ്റെ ഭാഗമായി വരാത്ത ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അല്ലാതെ പാർട്ട് സിയിൽ റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ അപൂർവമാണ് അല്ലേ. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ ഈ ക്വസ്റ്റ്യനിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ റിയേജന്റ് കോമ്പിനേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണ് എന്നുള്ളത് AlCl3യും അതേപോലെ തന്നെ ഒരു അസൈൽ ക്ലോറൈഡ് അല്ലേ. നമുക്കറിയാം ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്, ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ അല്ലേ. ഒരു സിമ്പിൾ റിയാക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊരു ബെൻസീൻ റിങ് എടുത്തിട്ട് ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ, CH3Cl. ഇൻ പ്രസൻസ് ഓഫ് AlCl3 ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം AlCl3യും Clയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുകയും CH3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. അത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക് റിങ്ങിലെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക്കും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള CH3+ തമ്മിലുള്ള റിയാക്ഷനാണ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, CH3 ഗ്രൂപ്പ് വന്നു ആൻഡ് എ പോസിറ്റീവ് ചാർജ് ഹിയർ. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇത് നമുക്ക് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നത് ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് CH3 വന്നു, വി ഹാവ് എ ഹൈഡ്രജൻ ഹിയർ ആൻഡ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക്, അതാണ് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. നമുക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടില്ലേ. ഇതാണ് സിമ്പിൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പോൾ അതിൻ്റെ മെക്കാനിക്സിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് മെക്കാനിക്സ് ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നമ്മൾ +2 മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതാണൊരു ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇനി ആൽക്കൈൽ ഹാലൈഡിന് പകരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ആസിഡ് ക്ലോറൈഡ്സ് ഉണ്ടാവും അല്ലെ, CH3COCl സെയിം അല്ലേ. ഇൻ പ്രസൻസ് ഓഫ് AlCl3 നിങ്ങൾ ബെൻസീനിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമിലർ COCH അല്ലേ, ഒരു അസെറ്റോഫീനോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടാം. അപ്പം ഇത് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും എല്ലാവർക്കും അറിയുന്ന ഒരു റിയാക്ഷനാണ് അല്ലേ. അപ്പം അത് നമ്മൾ നോക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ഫസ്റ്റ് റിയാക്ഷൻ നോക്കുന്ന സമയത്ത് AlCl3 ഉണ്ട്, ഒരു ആസിഡ് ക്ലോറൈഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്, ഇലക്ട്രോൺ റിച്ച് റിംഗ് സിസ്റ്റം നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇതും ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം ഇവിടെ ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം ഇതൊരു ബൾക്കി ഗ്രൂപ്പാണ്. പിന്നെ ഇലക്ട്രോൺ റിച്ച്നെസ് നോക്കുകയാണെങ്കിലും നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ CH ഞാൻ അങ്ങനെ വരയ്ക്കുന്നതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് സിമ്പിളി CH3 എന്ന് എഴുതിയാൽ മതി. അതിന് പകരമായിട്ട് പിന്നെ എനിക്ക് എന്തുണ്ട്, CH3 ടെർട്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പിലെ CH3 ഇങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഏത് പൊസിഷനിലേക്കാണ് പോവുക, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇതും ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഏതാണ് മോർ ഡൊണേറ്റിംഗ്? ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് CH3 ഗ്രൂപ്പ് കാണുമ്പോൾ ഇതെല്ലാം ഡൊണേറ്റിംഗ്, അതുകൊണ്ട് ഇത് മോർ ഡൊണേറ്റിംഗ് എന്ന് ചില കുട്ടികൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണല്ലേ.
എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ആൽക്കീനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബണിൽ എത്ര ആൽഫ, അപ്പോൾ ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. എന്നാൽ ഇവിടെ എന്തില്ല, ആൽഫ ഹൈഡ്രജൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ ഇൻഡക്റ്റീവ്ലി രണ്ടും ആക്ടിവേറ്റ് ചെയ്യുമെങ്കിലും ഹൈപ്പർ കോൺജുഗേഷൻ പ്രകാരം അഡീഷണൽ ആക്ടിവേഷൻ വരുന്നത് CH3 ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരയിലും ആക്ടിവേറ്റ് ചെയ്യപ്പെടാം. പിന്നെ നമുക്ക് ആരുണ്ട്, നമ്മുടെ CH3 അല്ലെങ്കിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് കാരണം അതിനും ഡൊണേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതിൻ്റെ ഡൊണേറ്റിംഗ് എഫക്റ്റ് കാരണം ഈ 2 പൊസിഷൻ ഇലക്ട്രോൺ റിച്ച് ആവും. ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം, ഈ പറയപ്പെട്ടിരിക്കുന്ന ഈ 2 ഓർത്തോ പൊസിഷനിലൊക്കെ ഇലക്ട്രോൺ റിച്ച് ആണ്. 2 സ്ഥലത്ത് വേണമെങ്കിൽ നടക്കാം. പക്ഷെ ഓവറോൾ എക്സസ് ഇലക്ട്രോൺ വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വരുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഈ പൊസിഷനിൽ തന്നെയാണ്. അത് മാത്രമല്ല, ഇതൊരു ബൾക്കിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർത്തോയിൽ വരിക എന്നുള്ളത് അതിൻ്റെ ഫീസിബിലിറ്റി റിലേറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ അസൈൽ ഗ്രൂപ്പ് ഡെഫിനറ്റ് ആയിട്ടും വരേണ്ടത് എവിടെയാണ്, ഈ ഒരു പൊസിഷനിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അസൈലേഷൻ നടക്കുക, അല്ലെങ്കിൽ ഈവൻ ആൽക്കൈലേഷൻ ആണെങ്കിലും നടക്കുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ഒരൊറ്റ ആസ്പെക്റ്റിൽ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻ കളയാൻ കഴിയും. ME ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിൽ വേണം അസൈൽ ഗ്രൂപ്പ് വരാൻ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഓക്കെയാണ്. ഇത് ME ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിലല്ല, ടെർട്ടുബ്യൂട്ടൈൽ ഗ്രൂപ്പിൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ ഇതൊരിക്കലും കറക്റ്റ് ആവില്ല. ബി നമുക്ക് കളയാം അല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓക്കെ, ME ഗ്രൂപ്പിൻ്റെ ഓർത്തോയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റബിൾ ആണ്. ഇനിയോ ME ഗ്രൂപ്പിൻ്റെ ഓർത്തോ എന്ന് പറഞ്ഞാൽ ടെർട്ടുബ്യൂട്ടൈലിൻ്റെ ഓർത്തോയിലാണ് വരുന്നത്. ഇത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഈ 2 ഓപ്ഷനും അക്സെപ്റ്റബിൾ അല്ല എന്ന് ഞാൻ എടുക്കുന്നത് എന്തിൻ്റെ ആസ്പെക്റ്റിലാണ്? ഈ ക്വസ്റ്റ്യൻ ചില ആളുകൾ ബൾക്കിനെസ് വഴി ഫേവറബിൾ ഇതിൻ്റെ ഓർത്തോ അല്ല ഇവിടെയാണ് എന്ന് എടുക്കാനുള്ള ഒരു സാധ്യത. അങ്ങനെ വരുമ്പോൾ ആൻസറിലേക്ക് എത്താം. പക്ഷെ ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ വരാൻ ചാൻസ് ഉള്ളത്, ഇവിടെ ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ ഇതായിരിക്കും മോർ ഡൊണേറ്റിംഗ്, അപ്പോൾ ഇതിൻ്റെ ഓർത്തോയിലായിരിക്കും മോർ ഇലക്ട്രോൺ റിച്ച്നെസ് ഉണ്ടാവുക. അങ്ങനെ റോങ് റൂട്ടിൽ ചില കുട്ടികളെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, സ്റ്റെറിക് എഫക്റ്റ് കാരണവും അവിടെ പോവില്ല. ഈവൻ ഡൊണേറ്റിംഗ് എഫക്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിലും മോർ ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ പോസിബിൾ ആയതുകൊണ്ട് ഈ പൊസിഷൻ തന്നെയാണ് ഇലക്ട്രോണിക്കലിയും ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഓവറോൾ സം നോക്കുകയാണെങ്കിൽ ഈ പൊസിഷൻ തന്നെയാണ് നമുക്കത് മോർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത്. പിന്നെ സ്റ്റെറിക് എഫക്റ്റ് കാരണവും ഈ പൊസിഷൻ തന്നെയാണ് ഫേവറബിൾ. എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനാണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത്. അതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ നിയർ ബൈ പൊസിഷൻ തന്നെ വേണം കറക്റ്റ് ഓപ്ഷനായിട്ട് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിയും ഡിയും റോങ് ആൻസർ ആണ് എന്ന് മനസ്സിലായി. ബിയും ഡിയും റോങ് ആൻസർ ആണ്. സോ ബി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആൻഡ് ഡി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നത്. വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പും നമുക്ക് AlCl3 ബെൻസീനും വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് റിയാക്ഷനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിലെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ X എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? എഗെയിൻ AlCl3 ബെൻസീൻ സം ടെമ്പറേച്ചർ. എന്താണ് ഈ റിയാക്ഷൻ? അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു പുതിയ റിയാക്ഷൻ. സാധാരണ എല്ലാവരും പഠിക്കുന്നത് ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷനാണ്. എന്നാൽ സെയിം പോയിന്റ് അല്ലെങ്കിൽ സെയിം ടോപ്പിക്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് റിവേഴ്സ് ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. റിവേഴ്സ് റിയാക്ഷൻ, ആൽക്കൈലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഫീസിബിൾ. സാധാരണ ആളുകൾ പഠിക്കാറില്ല ആ ടോപ്പിക്ക്.
നമുക്കറിയാം ഇലക്ട്രോഫിലിക് അല്ലെങ്കിൽ ഒരു ബെൻസീൻ റിങ്ങിലേക്ക് ക്ലോറിനേഷൻ ഉണ്ട്, ബ്രോമിനേഷൻ ചെയ്യാം, നൈട്രേഷൻ ചെയ്യാം, സൾഫോണേഷൻ ചെയ്യാം. സൾഫോണേഷൻ പഠിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു റിവേഴ്സിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാനത് പറയാൻ പോകുന്നില്ല, കാരണം അത് ആ ചാപ്റ്ററിൽ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൾഫോണേഷൻ്റെ കാര്യം വരണ്ട. അപ്പോൾ ഒരു റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോ ഗ്രൂപ്പ് റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ നൈട്രോ ഗ്രൂപ്പിനെ എങ്ങനെ ഒഴിവാക്കാം, അതിനാണ് റിവേഴ്സിബിലിറ്റി. അത് നൈട്രോൻ്റെ കേസിൽ പോസിബിൾ അല്ല, ഹാലോജിനേഷനിൽ പോസിബിൾ അല്ല. നോർമലി ഫീസിബിൾ ആയിട്ടുള്ളത് സൾഫോണേഷനിലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാധാരണ നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പോസിബിലിറ്റി എവിടെയുണ്ട്? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്. ആ ആൽക്കൈലേഷൻ നടന്ന കോമ്പൗണ്ടിലേക്ക് ഒരു പ്രോട്ടിക് ആസിഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ വേണമെങ്കിൽ ടെമ്പറേച്ചർ കൊടുത്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കാൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ പലപ്പോഴും പല കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു റിയാക്ഷനാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ CH3 ടെർഷ്യറി ബ്യൂട്ടിൽ. അപ്പോൾ ഇതെന്താണ്? ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണ് അല്ലേ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഇനി എന്ത് സംഭവിക്കും നോക്കുക. നിങ്ങൾ ഈ കോമ്പൗണ്ട് എടുത്തിട്ട് ഒരു സ്ട്രോങ് ആസിഡ് H2SO4 HCl ഈവൻ ലൂയിസ് ആസിഡോ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവം? നമ്മൾ കാണുന്ന ഒരു റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളൊരു അരോമാറ്റിക് റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള H+ അയോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ഇലക്ട്രോൺ H+ അയോണിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? ഈ ഇലക്ട്രോൺ H+ അയോണിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ a positive charge on that carbon atom. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കേസിൽ നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ H+ അയോൺ ഇവിടെ ആഡ് ചെയ്തു, H+ അയോൺ ഇവിടെ ആഡ് ചെയ്തു, ആൻഡ് എ പോസിറ്റീവ് ചാർജ് ചെയ്യാം. അപ്പോൾ ആ പൈ ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് H+ലേക്ക് ബോണ്ട് ഉണ്ടായപ്പോൾ ആ ലോസ് ഓഫ് എവിടെയാണോ ലോസ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഉള്ളത് ആ കാർബണിൽ പോസിറ്റീവ് ചാർജ് വന്നു. പക്ഷെ നമുക്കറിയാം ഒരു സ്റ്റെപ്പിൽ ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു. അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ ഈ സിസ്റ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആൽക്കൈലിലേക്ക് ഉണ്ടായ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ഉണ്ടായിരുന്ന CC ബോണ്ടിലെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം അങ്ങനെ ഇലക്ട്രോൺ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതൊരു ടേർട്ട് ബ്യൂട്ടൈൽ കാറ്റയോൺ ആണ്. അത് സ്റ്റേബിൾ ആണ്, ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. അങ്ങനെ ഒരു ടെർഷ്യറി കാർബോകാറ്റയോൺ ഫോം ചെയ്യാനുള്ള ഫീസിബിലിറ്റി ചാൻസ് അവിടെ ഒരു ഡിറൈവ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്ത പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക്? മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ CH3 ഇനി നമുക്ക് എന്തുണ്ട്? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ എന്തുണ്ട്? നമുക്ക് CH3 എ പോസിറ്റീവ് ചാർജ് ഹിയർ കാർബോ. അതാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ. ആ ഒരു സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന ഒരു ഫേവറബിൾ കണ്ടീഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് ടെർട്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അവിടുന്ന് ലീവായി തരുന്നത്. ഓക്കെ, അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്, ഇനി വേണമെങ്കിൽ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവാം ഇതിനെന്ത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് കിട്ടി. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. എന്തായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്? നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഇതായിരുന്നു. ഒരു ഡയാൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആയിരുന്നു. അതിൽ നിന്നും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പോയി അവിടെ ഇപ്പോൾ ഹൈഡ്രജൻ വന്നു. അപ്പം സാധാരണ ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുത്ത് AlCl3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ എന്താണ്?
ഈ കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡൽക്രാഫ്റ്റ് ആണ്. എന്നാൽ സ്ട്രോങ്ലി അസിഡിക് കണ്ടീഷനിൽ തിരിച്ച് ഇങ്ങനെ പോകുന്നതാണ് റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പോൾ ടൊളുവിനെടുത്ത് ഈ പറയപ്പെട്ട കോമ്പൗണ്ടും AlCl3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് കിട്ടാം. അപ്പം ഇതാണ് എന്ത് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. എന്നാൽ സ്ട്രോങ്ലി അസിഡിക് കണ്ടീഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പിന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിക്ക് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിസം വഴി തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ലീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ കാറ്റയോൺ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ എടുക്കുക, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്കൊരു ആൽക്കീൻ കിട്ടും. അപ്പം ഈ കാറ്റയോൺ സ്ലോലി എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ട് ഒരു സ്റ്റേബിൾ ആൽക്കീനായിട്ട് മാറും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ടൊളുവിൻ തിരിച്ചു കിട്ടും. അപ്പം നമുക്ക് വേണമെങ്കിൽ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു റിയാക്ഷൻ എല്ലാവരും ചിലപ്പം ഫ്രിഡൽക്രാഫ്റ്റിൻ്റെ ഭാഗമായി പഠിച്ചുകൊള്ളണം എന്നില്ല. അപ്പം എങ്ങനെയാണോ ആൽക്കൈൽ ഗ്രൂപ്പ് റിങ്ങിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് AlCl3 പ്രസൻസിൽ, അതേപോലെ ഒരു സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിലോ അല്ലെങ്കിൽ ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിലോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അതാണ് പാർട്ട് സിയിൽ 4 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ടായത്. അവിടെയാണ് മെയിൻ ട്വിസ്റ്റ് വരുന്നത്. അൽക്കൈലേഷനും അസൈലേഷനും എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ ഈ റിവേഴ്സ് റിയാക്ഷൻ പലപ്പോഴും കുട്ടികൾക്ക് ഇത്ര ഫെമിലിയർ അല്ല. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇതാണ് റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് A ഉണ്ട്, C ഉണ്ട്, ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണെങ്കിൽ AlCl3 ഉണ്ട്. അപ്പോൾ അതെന്താണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ഒരു സ്ട്രോങ് ആസിഡ് HClO H2SO4 ഉള്ള പ്രോട്ടിക് ആസിഡ് അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ഉണ്ടായാലും നടക്കും. അപ്പം AlCl3 ഓക്കെയാണ്, ലൂയിസ് ആസിഡ് ആണ്, അതിൻ്റെ കൂടെ ഹീറ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ ഫീസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. അതിന് വേണ്ട ഫേവറബിൾ കണ്ടീഷൻ ടെമ്പറേച്ചർ ഉണ്ട്, ലൂയിസ് ആസിഡ് ഉണ്ട്, ബെൻസീൻ ഓൾസോ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ലീവ് ചെയ്ത് പോയാൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഇത് ലീവ് ചെയ്ത് പോകണം. അങ്ങനെ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് നിന്ന് ലീവായി പോയില്ല. ഇതിന്ന് ലീവായി പോയിട്ടുള്ളത് ആരാണ്? മീത്തൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ മീത്തൈൽ ഗ്രൂപ്പ് ലീവായി പോകുക എന്ന് പറഞ്ഞാൽ മീത്തൈൽ കാറ്റയോൺ ഉണ്ടാകണം, അത് അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ മീത്തൈൽ ഗ്രൂപ്പ് പോകുന്ന എടുക്കാൻ പറ്റില്ല. C എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ കോമ്പൗണ്ട് ഇതാണ് എന്നെടുത്തു കഴിഞ്ഞാൽ ME ഇവിടെ ഉണ്ട്, COPH ഉണ്ട്, COPH ഉണ്ട്. അപ്പോൾ പോയിട്ടുള്ളത് ആരാണ്? തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇതിൽ നിന്നും നമുക്ക് തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് മിസ്സായി, അതിന് പകരം ഹൈഡ്രജൻ ആയി. അപ്പോൾ ഇതെന്താണ്? റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷനിൽ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പം അതുമായി ഇതൊരു എന്താണ് ഒരു 4 മാർക്കിനുള്ള ഒരു എന്താണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ റിവേഴ്സ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അപ്ലിക്കേഷൻ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും ഈ റിയാക്ഷൻ്റെ. നിങ്ങളൊരു സിമ്പിൾ ടൊളുവിൻ എടുക്കുക, അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളൊരു ടൊളുവിൻ എടുക്കും, നിങ്ങളിതിലേക്ക് ബ്രോമിനേഷൻ ചെയ്യാണ്. സോ ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ Br2 FeBr3. അപ്പോൾ ഞാൻ ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ ടൊളുവിലേക്ക് ബ്രോമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്? CH3 നമുക്ക് ഓർത്തോയിൽ ബ്രോമിനേഷൻ നടക്കാം. പക്ഷെ ഓർത്തോയിൽ മാത്രമാണ് നടക്കുക അല്ല, നമുക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് പാരാ ബ്രോമോ ഡെറിവേറ്റീവ് കിട്ടാം. അപ്പോൾ എങ്ങനെ ഈ പാര എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമുക്ക് അല്ലെങ്കിൽ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റിനെ ഇല്ലാതെയാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫ്രിഡൽക്രാഫ്റ്റ് അല്ലെങ്കിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുക്കുക ആൻഡ് AlCl3. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പോൾ നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടും, CH3. പിന്നെന്താണ് വരുന്നത്? ഒരു ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആഡ്.
അപ്പം അതെന്തായാലും പാരലൽ പോകുള്ളൂ. കാരണം എന്താ, ടെർട്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഒരു ബൾക്കിയർ ഗ്രൂപ്പാണല്ലേ. അപ്പോൾ അത് CH3ൻ്റെ ഓർത്തോയിൽ പോകുന്നതിനേക്കാളും പാരയിൽ തന്നെയാണ് പോകും. അപ്പോൾ ഇത് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് പാരാ പ്രൊഡക്റ്റ് കിട്ടാം, ബൾക്കിനെസ് കാരണം. ഇനി നിങ്ങളൊന്ന് ബ്രോമിനേഷൻ ചെയ്ത് നോക്കൂ. ഇനി നിങ്ങൾ ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുക? നിങ്ങൾ Br2 Fe Br3 അങ്ങനെ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ്? CH3 ഗ്രൂപ്പാണ് മോർ ഡൊണേറ്റിംഗ്, അപ്പോൾ അതിൻ്റെ ഓർത്തോയിൽ വരാം. പക്ഷേ അതേപോലെ തന്നെ പാരയിൽ എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് പാരയിൽ ഇനി വരില്ല. ഓർത്തോയിൽ ഫേവറബിൾ ആണ് CH3. പിന്നെ ഇതിൻ്റെ ബൾക്കിനെസ് കാരണം ഇവിടെ ഒരിക്കലും വരില്ല. അത് പോകുന്നത് എവിടെയാണ്? ഈ പറയപ്പെട്ട ഓർത്തോയിൽ തന്നെ. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് 2 ബ്രോമോ അനലോഗ് ഉണ്ടാവാൻ പറ്റി. ഇനി എന്ത് ചെയ്താൽ മതി നിങ്ങൾ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു H2SO4 ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ ലൂവിസ് ആസിഡ് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയപ്പെട്ട ടെർട്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അവിടുന്ന് റിവേഴ്സ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടും അല്ലേ. അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എക്സ്ക്ലൂസീവായി ഇവിടെ മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്, നമുക്കിവിടെ ബ്രോമിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നാച്ചുറലി H ആണ് വരിക. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് എന്തിന് പോസിബിൾ ആണ്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർത്തോ മാത്രം അല്ലേ, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമുള്ള കോമ്പൗണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് സിന്തറ്റിക് യൂട്ടിലിറ്റികളൊക്കെ ഈ റിവേഴ്സ് ഫ്രെഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ഉണ്ട്. ഇത് അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ വന്നെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷനും എന്താണെന്ന് കാണിക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ റിയാക്ഷൻ അറിയാത്ത ആളുകൾ ഡെഫിനറ്റായിട്ടും പഠിച്ചു വെക്കണം. ഇതൊരു യൂസ്ഫുൾ റൂട്ടാണ്. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു, സൾഫോണേഷൻ്റെ കേസിലും ദിസ് ഈസ് അപ്ലിക്കബിൾ. സൾഫോണേഷൻ ഒരു ബൾക്കി ഗ്രൂപ്പാണ്. ഇപ്പോൾ സൾഫോണേഷൻ നമുക്ക് എന്താണ് H2SO4 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിലേക്ക് സൾഫോണൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. എന്നാൽ നിങ്ങളൊരു ടെമ്പറേച്ചർ 70 ഡിഗ്രി വെറുതെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൾഫോണേഷൻ നടക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബെൻസീൻ റിങ്ങിൽ ഓർത്തോ മെറ്റാ പാരാ സബ്സ്റ്റിറ്റ്യൂഷനെ റീഡയറക്റ്റ് ചെയ്യാൻ സൾഫോണേഷനും റിവേഴ്സ് ഫ്രെഡൽ-ക്രാഫ്റ്റ് റിയാക്ഷനും നല്ല രീതിയിൽ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പറയപ്പെട്ട ഓർത്തോ മെറ്റാ പാരാ സെലക്ടിവിറ്റിയിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ആ ആസ്പെക്റ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു.